ഹരേ കൃഷ്ണ. കൃഷ്ണ ആഗമനത്തെക്കുറിച്ച് പുരാണങ്ങളിൽ പറയുന്ന ഇപ്രകാരമാണ്. ദേവന്മാരും അസുരന്മാരും നമുക്കറിയാവുന്ന സങ്കല്പമാണ്. അപ്പോൾ ഈ അസുരന്മാരുടെ ഇടയിൽ രാജാക്കന്മാരില്ല. പക്ഷേ തങ്ങൾ രാജകീയ പരമ്പരയിൽ പെട്ടവരാണെന്നും അവർ വിശ്വസിച്ചു പോരുന്നു. അല്ലെ, അവരങ്ങനെ നടിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഈ അസുര രാജാക്കന്മാരുടെ അനാവശ്യമായ സൈനിക ശക്തിയുടെ ഭാരം ഭൂമിക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലായി മാറി. അത് കണ്ടമാനം വർദ്ധിക്കുകയും ചെയ്തു. അന്ന് ലോകം മുഴുവൻ ആകുലമായി വിക്ഷുബ്ധമായി. അസുര രാജാക്കന്മാര് തനിക്ക് വരുത്തി വെച്ചിരിക്കുന്ന വിനയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഭാരത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഭൂമിദേവി സ്വയം ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി എന്നാണ് പറയപ്പെടുക. ഒരു പശുവിൻ്റെ രൂപത്തിലാണ് ഭൂമിദേവി അവിടെ ചെന്നത്. അത്യന്തം ദുഃഖിതയായ ദേവി കണ്ണുനീരോടെ തൻ്റെ ദുഃഖം ബ്രഹ്മാവിനെ അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. ഇത് കേട്ട ബ്രഹ്മദേവന്റെ മനസ്സ് വിഷമത്താൽ നിറയുകയും അദ്ദേഹം പാലാഴിയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ.